ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 ഇംഗ്ലീഷിലെ SCERT ടെക്സ്റ്റിലത്തെ ഒരു 4 ചാപ്റ്റേഴ്സിൻ്റെ സിനോണിംസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുൾ ക്ലാസ് കാണുക. തീർച്ചയായിട്ടും ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാൽ ഷാർപ്പനാണ്, അതായത് നല്ല മൂർച്ചയേറിയിട്ടില്ല എന്നുള്ളൊരു മീനിങ് ആണ് വെറ്റ്. എങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്? ഇതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. വെറ്റ് +1 ആണ് കേട്ടോ. അപ്പോൾ വെറ്റ് ഷാർപ്പൻ. അപ്പോൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? നല്ല മൂർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കത്തി വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള ഒരു കത്തിയൊക്കെ വെച്ചിട്ട് മുറിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ചോര വരും അല്ലേ? ചോര വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? വെറ്റാവും. വെറ്റ് എന്നുള്ള രീതിയിൽ ആലോചിച്ചൂടെ? അപ്പോൾ നമുക്ക് ഷാർപ്പൻ, നല്ല ഷാർപ്പാണെങ്കിൽ വെറ്റാവും എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. ഈ വെറ്റല്ല, WHET ആണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ, പ്ലെയിൻറ്റീവ്ലി. പ്ലെയിൻറ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡ്ലി, ഭയങ്കര വിഷമമേറിയിട്ടുള്ള ഒരു മീനിങ് ആണ് പ്ലെയിൻറ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ ആലോചിക്കുക? നമുക്ക് പ്ലെയിൻ TV ആലോചിക്കാമല്ലോ അല്ലേ? നല്ല പ്ലെയിൻ ആയിട്ടുള്ള TV, പ്ലെയിൻ TV എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്, പ്ലെയിൻ TV പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല എന്നുള്ള രീതിയിൽ പ്ലെയിൻറ്റീവ്ലി, സാഡ്ലി എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് വൺ, പ്രീൻ ആണ്. പ്രീൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ. അത് പറയുന്ന പോലെ തന്നെയല്ലേ, പ്രീൻ ക്ലീൻ. ഒന്ന് പറഞ്ഞ് ശീലിക്കുക കേട്ടോ, പ്രീൻ ക്ലീൻ. നെക്സ്റ്റ് ഇസ് മോൺസ്ട്രസ്. മോൺസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റനിങ് ആണ്. ഫ്രൈറ്റനിങ് അതായത് പേടിപ്പെടുത്തുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് മോൺസ്ട്രസ്. നമുക്ക് മോൺസ്റ്ററിനെ ആലോചിക്കാമല്ലോ അല്ലേ? മോൺസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാവില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഡയസ്. ഡയസ് എല്ലാവർക്കും അറിയായിരിക്കും, പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സ്റ്റേജ് എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് ഡയസ് കേട്ടോ. പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സ്റ്റേജ്. അടുത്തത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ് ബോയൻറ്റ്. ബോയൻ മീൻസ് ചിയർഫുൾ, ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക, ഭയങ്കര ചിയർഫുൾ ആയിട്ടിരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ബോയൻറ്റ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫിസിക്സിൽ അറിയാവുന്നൊരു വാക്കാണ് ബോയൻറ്റ്. ബോയൻ ഫോഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം എക്സേർട്ട് ചെയ്യുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ് അല്ലേ? മുകളിലേക്കുള്ളൊരു ഫോഴ്സാണ് ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അതെപ്പോഴും നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അപ്വേർഡ് ഫോഴ്സാണ്. നമ്മളെപ്പോഴും ആരെങ്കിലുമൊക്കെ ഒന്ന് മുകളിലേക്ക് അങ്ങ് പൊക്കി കൊണ്ടുവരുന്ന ഒരു ഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ചിയർഫുള്ളാണ്, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ, ഫ്ലോണ്ടർ ആണ്. ഫ്ലോണ്ടർ എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ ആണ് കേട്ടോ. ഫ്ലോണ്ടർ എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ. അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഫ്ലോണ്ടർ, സ്ട്രഗിൾ. ഫ്ലോണ്ടർ ചെയ്യാന്ന് വെച്ചാൽ സ്ട്രഗിൾ ചെയ്യുക. ആർക്കെങ്കിലും നല്ല കോഡ്സ് വല്ലതും കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് 8ാമത്തെ, പ്രിക്കേരിയസ് ആണ്. പ്രിക്കേരിയസ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ, അതായത് അനിശ്ചിതമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് പ്രിക്കേരിയസ് വരുന്നത്. അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? നമ്മൾ കെയർ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ. കാരണം സുരക്ഷിതമല്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ്. അൺസ്റ്റേബിൾ എന്നുള്ളതാണ് നമ്മുടെ SCERTയിൽ കൊടുത്തിട്ടുള്ളത്. അത് അതേപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക. എന്താണ് അനിശ്ചിതമായിട്ടുള്ള എന്നൊരു മീനിങ്, അസ്ഥിരമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് അൺസ്റ്റേബിൾ, പ്രിക്കേരിയസ് കേട്ടോ. അടുത്തത് സ്ലിപ്പ് ഷോട്ട്. സ്ലിപ്പ് ഷോട്ട് എന്ന് പറഞ്ഞാൽ കെയർലെസ് ആണ്. സ്ലിപ്പ് ഷോട്ട് എന്ന് പറഞ്ഞാൽ കെയർലെസ്. അപ്പോൾ നമ്മൾ ഭയങ്കര കെയർലെസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഈ മഴക്കാലത്തൊക്കെ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ സ്ലിപ്പ് ഷോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കെയർലെസ് ആണ്. ഓക്കെ, സ്ലിപ്പ് ഷോട്ട് കെയർലെസ് ആണ്. അടുത്തത് 10ാമത്തെ, സമ്മൺ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സമ്മൺ എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുക. കോൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. സമ്മൺ എന്ന് പറഞ്ഞാൽ കോള്. 11th വൺ, ബ്രാഷ്നെസ്. ബ്രാഷ്നെസ് ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ബോൾഡ്നെസ്. ബ്രാഷ്നെസ് എന്ന് പറഞ്ഞാൽ ബോൾഡ്. ബ്രാഷ്, ബോൾഡ്. ബ്രാഷ്നെസ്, ബോൾഡ്നെസ്. നെക്സ്റ്റ് വൺ, ഇമ്പോസ്റ്റർ ആണ്. ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫേക്ക് എന്നുള്ളൊരു മീനിങ്ങാണ്. ഇമ്പോസ്റ്റർ, ഫേക്ക്. ഇമ്പോസ്റ്റർ, ഫേക്ക്. എങ്ങനെ ആലോചിക്കുന്നത്? നമുക്കിപ്പം ഈ പോസ്റ്ററിനൊക്കെ ആലോചിച്ചുകൂടെ? നമ്മുടെ വഴിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പോസ്റ്ററുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൽ പലതും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫേക്ക് എന്നുള്ളത്, അതായത് ശരിയല്ലാത്ത എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ, സിനിയു ആണ് കേട്ടോ. സിനിയു എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഗിവ്സ് സ്ട്രെങ്ത് ഓർ സപ്പോർട്ട്. നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് തരുന്ന ഒന്നിനെയാണ് നമ്മൾ സിനിയു എന്ന് പറയുന്നത്. നമ്മൾ മസിൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ സിനിയു മീൻസ് സംതിങ് ദാറ്റ് ഗിവ്സ് സ്ട്രെങ്ത് ഓർ സപ്പോർട്ട്. അപ്പോൾ ഈ 13 ആണോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. വേഗം ഒന്ന് പറഞ്ഞു പോവാം. വെറ്റ് എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള സംഭവം, കത്തിയൊക്കെ വെച്ചിട്ട് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ വെറ്റാവും. പ്ലെയിൻ TV ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര വിഷമാണ്. പ്രീൻ ക്ലീൻ. മോൺസ്ട്രസ്, ഫ്രൈറ്റനിങ്. ഡയസ്, പ്ലാറ്റ്ഫോം. ബോയൻറ്റ്, നമുക്ക് ഭയങ്കര ചിയർഫുള്ളാണ്. ഫ്ലോണ്ടർ, സ്ട്രഗിൾ. പ്രിക്കേരിയസ്, അൺസ്റ്റേബിൾ. സ്ലിപ്പ് ഷോട്ട്, കെയർലെസ്. കെയർലെസ് ആകുമ്പോൾ സ്ലിപ്പ് ചെയ്യും. സമ്മൺ, കോള്. പിന്നെ ബ്രാഷ്നെസ് എന്ന് പറഞ്ഞാൽ ബോൾഡ്നെസ്. ഇമ്പോസ്റ്റർ ആണ്, ഫേക്കാണ്. സിനിയു എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഗീവ് സ്ട്രെങ്ത് ഓർ സപ്പോർട്ട്. അപ്പോൾ 13 ആണ് നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഒരു 4 ചാപ്റ്റേഴ്സിൽ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് സിനോണിംസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് ആഗണി.
ആഗണി എന്ന് പറഞ്ഞാൽ പെയിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആഗണി എന്ന് പറഞ്ഞാൽ പെയിൻ എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. അപ്പം ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, മിക്കവർക്കും അറിയായിരിക്കും, അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അഗ്നി എന്നുള്ളതും കൂടി ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കേട്ടോ. അഗ്നി അതായത് തീയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരും എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. അടുത്തത് ഡിസ്മാൽ. നമ്മൾ പല ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡിസ്മാൽ എന്ന് പറഞ്ഞാൽ ഗ്ലൂമി, ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുക, വിഷമിച്ചിരിക്കുക, ഗ്ലൂമി ആയിട്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? നമ്മൾ ഭയങ്കര സ്മോൾ ആണ്, നമ്മൾ ഭയങ്കര ചെറുതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും എന്ന് വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെറുതാക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും എന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് മൊറാസ് ആണ്. മൊറാസ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ മൊറാസ് എന്ന് പറയുന്നത്. എങ്ങനെ ആലോചിക്കാം മൊറാസ്? നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കാം, ഈ മോർ എന്നുള്ള വാക്ക് എടുക്കാതെ അല്ലേ, മോർ. അപ്പം നമ്മൾ മോർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് കുറച്ചും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ നല്ലൊരു മീനിങ് ഒക്കെ അല്ലേ മോർ എന്ന് പറഞ്ഞാൽ. അപ്പം അവിടെ എന്താ കുറച്ചും കൂടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. സ്ട്രാങ്കിൾ എന്ന് പറഞ്ഞാൽ ടു കിൽ ബൈ പ്രസ്സിങ് ഓൺ ദി ത്രോട്ട്, അതായത് നമ്മുടെ ത്രോട്ടിൽ, നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ഞെക്കി കൊല്ലുക, അതിനെയാണ് നമ്മൾ സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ ഞെക്കി കൊല്ലുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു കയറോ അല്ലെങ്കിൽ സ്ട്രിങ്ങോ വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ സ്ട്രിങ് ഒക്കെ വെച്ചിട്ടാണ് സ്ട്രാങ്കിളിനകത്ത് ഒരു ഐ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിങ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വേണമെങ്കിൽ എടുത്ത് ഓർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ സ്ട്രാങ്കിൾ മീൻസ് ടു കിൽ ബൈ പ്രസ്സിങ് ഓൺ ദി ത്രോട്ട്. നെക്സ്റ്റ് വൺ ഇസ് ത്രഷോൾഡ് ആണ്. ത്രഷോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർ സ്റ്റെപ്പാണ് കേട്ടോ. ഡോർ സ്റ്റെപ്പ്, അതായത് നമ്മുടെ വാതിൽപ്പടി എന്നൊക്കെ പറയില്ലേ, അതാണ് ത്രഷോൾഡ്, ഡോർ സ്റ്റെപ്പ്. അടുത്തത് എഗ്രവേറ്റ് ആണ്. എഗ്രവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വേഴ്സൺ, വഷളാക്കുക അല്ലേ, നമ്മുടെ സ്ഥിതിയൊക്കെ വഷളാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് എഗ്രവേറ്റ്. അതിൻ്റെ ആൻറ്റോണിയം നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ്, എലിവേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഇല്ലാതാക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. എഗ്രവേറ്റ് എന്ന് പറഞ്ഞാൽ വേഴ്സൺ, വഷളാക്കുക, സ്ഥിതിയൊക്കെ ആകെ വഷളാക്കുക എന്നൊക്കെ പറയുക. എലിവേറ്റ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, ഇല്ലാതാക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ബിട്രേ എന്ന് പറഞ്ഞാൽ എന്താ, ബിട്രേ എന്ന് പറഞ്ഞാൽ എന്താ, റിവീൽ ചെയ്യുക, അതായത് വഞ്ചന എന്നൊക്കെ ഒരു മീനിങ് ആണ് ശരിക്കും പറയുന്നത്. ചതി, നമ്മൾ ചതിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പം ചതിക്കുന്നത് എങ്ങനെയായിരിക്കും, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഓപ്പണായിട്ട് പറഞ്ഞ് റിവീൽ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മളൊരാളെ ചതിക്കുന്നതെന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ബിട്രേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിവീൽ ചെയ്യാന്നാണ് നമ്മുടെ SCERT കൊടുത്തിട്ടുള്ളത്. അടുത്തത് എൻട്രീറ്റി ആണ്. എൻട്രീറ്റി എന്ന് പറഞ്ഞാൽ ആൻ ഇമോഷണൽ റിക്വസ്റ്റ് ആണ് കേട്ടോ. എൻട്രീറ്റി എന്ന് പറഞ്ഞാൽ ആൻ ഇമോഷണൽ റിക്വസ്റ്റ്. എങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്, നമ്മുടെ അടുത്ത് ഇപ്പോൾ എൻട്രീറ്റ് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ ട്രീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോളൂ. എൻ്റെ അടുത്ത് ഇങ്ങനെ ട്രീറ്റ് ചോദിക്കുകയാണ്, ഒരു ഇമോഷണൽ റിക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് എന്നുള്ള രീതിയിലൊന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എൻട്രീറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻ ഇമോഷണൽ റിക്വസ്റ്റ്, ഒരു എന്താ പറയുക, ഒരു യാചിക്കൽ, ആ ഒരു മീനിങ് ഒക്കെയാണ് കേട്ടോ. ട്രീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തൊന്ന് പറയുകയാണ്, ഒരു ഇമോഷണൽ റിക്വസ്റ്റ് നടത്തുകയാണ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ എൻട്രീറ്റി ഇറ്റ് മീൻസ് ആൻ ഇമോഷണൽ റിക്വസ്റ്റ്. നെക്സ്റ്റ് വൺ സ്റ്റൂപ്പ്. സ്റ്റൂപ്പ് എന്ന് പറഞ്ഞാൽ സറണ്ടർ ആണ്. സ്റ്റൂപ്പ് മീൻസ് സറണ്ടർ. അപ്പോൾ സ്റ്റൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ആലോചിക്കാം, സ്റ്റോപ്പ് എന്ന് എടുക്കാമല്ലോ. ഒരു ഓ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തുക, സറണ്ടർ ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ. അടുത്തത് ടേം ആണ്. ടേം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, നമ്മൾ കൺട്രോൾ ചെയ്യുക, നമ്മൾ ആനിമൽസിനെയൊക്കെ ടേം ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ടേം. നെക്സ്റ്റ് വൺ ടംബിൾ. ടംബിൾ എന്ന് പറഞ്ഞാൽ ഫോൾ ഡൗൺ ആണ്, ഫോൾ ഡൗൺ. അപ്പോൾ ഇതേപോലത്തെ വീഴുക എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടംബിൾ പോലത്തെ വേറൊരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മ കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും? എന്തായിരുന്നു? സ്റ്റംബിൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇടറി വീഴുക എന്നൊക്കെ ഒരു മീനിങ് ഒക്കെയാണ് നമ്മൾ സ്റ്റംബിൾ പഠിച്ചിരുന്നത്. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിരുന്നത്, സ്റ്റംബിലൊക്കെ നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് സ്റ്റംബിലൊക്കെ കാല് കൊണ്ടു കഴിഞ്ഞാൽ സ്റ്റമ്പൊക്കെ വീഴും, ഇടറി വീഴും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റംബിൾ പോലെ തന്നെയാണ് ഇവിടെ ടംബിൾ, എന്താ, ഫോൾ ഡൗൺ. അപ്പോൾ അത് രണ്ടും ഒറ്റയടിക്കാനെ നമുക്ക് രണ്ടെണ്ണവും പഠിക്കാൻ പറ്റും കേട്ടോ. അടുത്ത കാസ്കേഡ്. കാസ്കേഡൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, ഒരു വാട്ടർഫോൾ ആണ് കാസ്കേഡ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഇസ് മെലോ. മെലോ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്, ഭയങ്കര സ്മൂത്തായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ മെലോ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ആലോചിക്കുക, നമുക്ക് മെലോ എന്ന് പറഞ്ഞാൽ നമുക്ക് മെല്ലെ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാമല്ലോ. മെല്ലെ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട്, മെല്ലെ തലോടാന്നൊക്കെ നമ്മൾ പറയില്ല, ഭയങ്കര സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് നല്ല രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മെല്ലോ, ഓക്കെ, സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്. നെക്സ്റ്റ് വൺ ഇസ് പിനാക്കിൾ.
പിനാക്കിൾ എന്താ? ടോപ്പ് ഓഫ് എ വെരി ഹൈ മൗണ്ടൻ. ഒരു മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പ്, അതിനൊക്കെയാണ് നമ്മൾ പിനാക്കിൾ എന്ന് പറയുന്നത് കേട്ടോ, പിനാക്കിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വേഗം ഓടിച്ചു വിട്ടേക്കാം. ആഗ്നി, പെയിന്, ഡിസ്മാൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഭയങ്കര സ്മോൾ ആയിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും. മൊറാസ്, മോറാണ്, അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. സ്ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ കഴുത്ത് ഞെക്കി കൊല്ലുക, അപ്പോൾ സ്ട്രിങ് ഒക്കെ വെച്ചിട്ടാണ് നല്ല രീതിയിൽ നമുക്ക് സ്ട്രാങ്കിൾ എന്നുള്ളത് കിട്ടും കേട്ടോ. ത്രഷോൾഡ്, ഡോർ സ്റ്റെപ്പാണ്. എഗ്രവേറ്റ് എന്ന് പറഞ്ഞാൽ വഷളാക്കുക, വേഴ്സൺ, അതിൻ്റെ ആൻറ്റോണിയം ഓർത്ത് വെച്ചേക്കുക, എലിവേറ്റ് ആണ്. ബിട്രേ എന്ന് പറഞ്ഞാൽ റിവീൽ, അതായത് ചതിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. എന്നെ പറ്റിക്കുക, ചതിക്കുക. അപ്പം എന്തെങ്കിലുമൊക്കെ തുറന്ന് പറഞ്ഞിട്ടായിരിക്കും, റിവീൽ ചെയ്തിട്ടായിരിക്കും ചതിക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക. എൻട്രീറ്റി എന്ന് പറഞ്ഞാൽ എന്നോട് ഇങ്ങനെ ട്രീറ്റ് വേണമെന്ന് ഒരു ഇമോഷണൽ റിക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. യാചിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. സ്റ്റൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറണ്ടർ, സ്റ്റോപ്പ് ആലോചിക്കുക. ഒരു രോഗം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്തുക അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ഒക്കെ കിട്ടും. ടേം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ആണ് കേട്ടോ, കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ടംബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ടംബിൾ, ഫോൾ ഡൗൺ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റംബിളായിട്ടൊക്കെ കണക്ട് ചെയ്തിരുന്നു അല്ലേ, കാലിടറി വീഴുക എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ്. കാസ്കേഡ് എന്ന് പറഞ്ഞാൽ എ സ്മോൾ വാട്ടർഫോൾ ആണ്. മെല്ലോ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ്. ഓക്കെ, സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് മെല്ലോ, മെല്ലെ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. പിനാക്കിൾ ദ ടോപ്പ് ഓഫ് എ വെരി ഹൈ മൗണ്ടൻ ആണ്. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മെല്ലോ പഠിച്ചു, അതേപോലെ വേറൊരാൾ വന്നിട്ടുണ്ട് കേട്ടോ, ബെല്ലോ എന്ന് പറഞ്ഞാൽ അട്ടർ ഇൻ എ ലൗഡ് വോയിസ്, ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുക, അതിനെയാണ് നമ്മൾ ബെല്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ ആലോചിക്കുക? ഇപ്പോൾ ബെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ, സ്കൂളിലൊക്കെ ഇപ്പോൾ ബെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മൾ ഭയങ്കര ഉറക്കെയൊക്കെ സംസാരിക്കില്ലേ? ബെല്ലൊക്കെ അടിച്ച് ഒരു പീരീഡൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഉറക്കെയൊക്കെ സംസാരിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ബെല്ല് ഓ എന്നുള്ള രീതിയിൽ തന്നെ ഓർത്ത് വെച്ചേക്കാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ഡൊസൈൽ കേട്ടോ, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഡൊസൈൽ എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ആൻഡ് ഈസി ടു ഇൻഫ്ലുവൻസ്, പെട്ടെന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, അതിനെയാണ് നമ്മൾ ഡൊസൈൽ എന്ന് പറയുന്നത്. എനിക്കതിന് വലിയ കണക്ഷൻസ് ഒന്നും കിട്ടിയില്ല, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് പഠിക്കുക കേട്ടോ. ഡൊസൈൽ എന്ന് പറഞ്ഞാൽ ക്വൈറ്റ് ആൻഡ് ഈസി ടു ഇൻഫ്ലുവൻസ് ആണ്, പെട്ടെന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളൊരു മീനിങ് ആണ്. ജസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ജസ്റ്റർ കാണിക്കുക, നമ്മൾ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ ആക്ഷൻസ് ഒക്കെ ഇട്ടിട്ട് മൂവ്മെൻറ്റ് ഓഫ് ഹാൻഡ്സ് ഓർ ഹെഡ്, അതിനെയാണ് നമ്മൾ ജസ്റ്റർ കേട്ടോ, ജസ്റ്റർ കാണിക്കുക. അടുത്തത് നഡ്ജാണ്. നഡ്ജ് എന്ന് പറഞ്ഞാൽ പുഷ് അഗെയിൻസ്റ്റ് ജെൻട്രി, എസ്പെഷ്യലി ടു ഗെയിൻ അറ്റൻഷൻ ഓർ ഗിവ് എ സിഗ്നൽ. ഒരു ചെറിയൊരു ഒരു ആക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് നമ്മളൊരു സിഗ്നൽ കൊടുക്കുക, അതിനെയാണ് നമ്മൾ പറഞ്ഞത് നഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. നഡ്ജ് ചെറിയൊരു, നമ്മളിങ്ങനെ കൈയൊക്കെ തട്ടി ഇങ്ങനെ ഇത് കൊടുക്കില്ലേ, സിഗ്നലൊക്കെ കൊടുക്കില്ലേ, അതിനെയാണ് നഡ്ജ് എന്ന് പറയുന്നത്. ഒരു അറ്റൻഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ആലോചിക്കുക? ഇപ്പോൾ നഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ജഡ്ജ് എന്നുള്ള രീതിയിൽ എടുക്കാം. ജഡ്ജ്, നഡ്ജ്. നമ്മൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ജഡ്ജസൊക്കെ അടുത്തടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ ചെറുതായിട്ട് കൈയൊക്കെ ഇങ്ങനെ തട്ടി ഒരു എന്താ പറയുക, ഒരു സിഗ്നൽ കൊടുക്കും, ഒരു ആക്ഷൻ കൊടുക്കും. ഒരാളുടെ പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കാറില്ലേ അവരിങ്ങനെ ഒരു ചെറിയൊരു സിഗ്നൽ കൊടുക്കുക, ആ ഒരു തരത്തിലൊന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ നഡ്ജ് എന്ന് പറഞ്ഞാൽ ടു ഗെയിൻ അറ്റൻഷൻ ഓർ ഗിവ് എ സിഗ്നലാണ് കേട്ടോ. നഡ്ജ്, ജഡ്ജ് ഓർത്താൽ മതി. നെക്സ്റ്റ് വൺ ഇസ് ടിഞ്ച്. ടിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എമൗണ്ട് കേട്ടോ. അപ്പോൾ ടിഞ്ച് ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു ഇഞ്ച് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം, ഒരു ചെറിയൊരു സ്ലൈറ്റ് എമൗണ്ട് ഓഫ് എന്നുള്ളൊരു മീനിങ് ആണ് ടിഞ്ച്. മോർണിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സാഡ്നെസ് ആണ്. MOR അല്ല കേട്ടോ, MOUR ആണ്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ സാഡ്നെസ്. അടുത്ത് നോക്കാം വൾണറബിൾ. വൾണറബിൾ എന്ന് പറഞ്ഞാൽ സസെപ്റ്റബിൾ ആണ് കേട്ടോ, സസെപ്റ്റബിൾ. വൾണറബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. വൾണറബിൾ എന്താണ്? വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള, അതാണ് സസെപ്റ്റബിൾ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണേ, പ്രാവശ്യം കൊണ്ടൊന്ന് വായിച്ചാൽ മതി കേട്ടോ. വൾണറബിൾ എന്ന് പറഞ്ഞാൽ വഴിതെറ്റിക്കാൻ, വെച്ചിട്ട് തന്നെ കേട്ടോ, വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള സസെപ്റ്റബിൾ എന്നുള്ളൊരു മീനിങ് ആണ്. നെക്സ്റ്റ് ഇസ് പെൻഡുലസ്. പെൻഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാങ്ങിങ് ഡൗൺ ആൻഡ് സ്വിങ്ങിങ്, അതായത് നമ്മുടെ പെൻഡുലം തന്നെ ഓർത്താൽ മതി അല്ലേ. താഴെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ സ്വിങ് ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് പെൻഡുലസ് കിട്ടും. ഹാങ്ങിങ് ഡൗൺ ആൻഡ് സ്വിങ്ങിങ്. നെക്സ്റ്റ് ഇസ് പോംപസ്ലി. പോംപസ്ലി എന്ന് പറഞ്ഞാൽ എക്സിബിറ്റിംഗ് സെൽഫ് ഇമ്പോർട്ടൻസ്. നമ്മൾ പറയില്ലേ ഈ എന്താ ബോസ്റ്റിംഗ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ കാര്യങ്ങൾ തന്നെ നമ്മളിങ്ങനെ എടുത്ത് പറയാം, അതിനെയാണ് നമ്മൾ ശരിക്കും പോംപസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആഡംബരമായിട്ടുള്ള ബോസ്റ്റ് ചെയ്യുക, ആ ഒരു മീനിങ് ഒക്കെയാണ് പോംപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം പൊങ്ങച്ചം, പോംപസ്, പൊങ്ങച്ചം എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ പോംപസ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം കേട്ടോ, പൊങ്ങച്ചം തന്നെ ആലോചിക്കാം. എക്സിബിറ്റിംഗ് സെൽഫ് ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് വൺ 37ാമത്തെ ആയിട്ടോ, ഹസിൽ എന്ന് പറഞ്ഞാൽ ഹറിയാണ്. ഹസിൽ നമ്മളെങ്ങനെയാണ് ഹറി ആയിട്ട് ആലോചിക്കുന്നത്? നമുക്ക് ഹസിൽ എന്ന് പറയുമ്പോൾ വിസിൽ ആലോചിക്കാമല്ലോ. ഹസിൽ, വിസിൽ.
ഇപ്പോൾ ഓട്ടത്തിനൊക്കെ നിൽക്കുന്ന സമയത്ത് വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് ഓടും അല്ലേ, നമ്മൾ അങ്ങ് ഹറി ആവും എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഹസിൽ മീൻസ് ഇറ്റ് ഇസ് ഹറി. അടുത്തത് ആംബുഷാണ്. ആംബുഷ് മീൻസ് സർപ്രൈസ്. ഓക്കെ, ആംബുഷ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ആണ്. എങ്ങനെ ആലോചിക്കുക, നമ്മളിപ്പോൾ ബുഷിനെ കണ്ടു എന്ന് വിചാരിച്ചോളൂ, ആം എന്നൊക്കെ പറയില്ലേ, ഐ ആം എന്നുള്ള രീതിയിൽ കേട്ടോ, ആം ബുഷ്. ഞാനിപ്പോൾ ബുഷിനെ കണ്ടു എന്ന് വിചാരിക്കും, പെട്ടെന്ന് നമ്മളങ്ങ് സർപ്രൈസ് ആവും. അപ്പോൾ അങ്ങനെ ആലോചിക്കുക, ആംബുഷ് മീൻസ് ഇറ്റ് ഇസ് സർപ്രൈസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലോഡബിൾ. ലോഡബിൾ എന്ന് പറഞ്ഞാൽ വേർത്തി ഓഫ് പ്രൈസ് ആണ്. ലോഡബിൾ എന്ന് പറഞ്ഞാൽ വേർത്തി ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ലോഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഈ അഭിനന്ദനീയമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ലോഡബിൾ അഭിനന്ദനീയമായിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ്, വേർത്തി ഓഫ് പ്രൈസ്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പുകഴ്ത്തുമ്പോൾ നമ്മൾ ഭയങ്കര ലൗഡായിട്ടൊക്കെയാണ് പുകഴ്ത്തുക എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. ലോഡബിൾ മീൻസ് ഇറ്റ് ഇസ് വേർത്തി ഓഫ് പ്രൈസ്. അടുത്തത് എല്യൂറിങ് ആണ്. എല്യൂറിങ് എന്ന് പറഞ്ഞാൽ ഹാവിങ് ദി പവർ ടു അട്രാക്ട് ചെയ്യാനുള്ളൊരു പവർ, അതിനെയാണ് നമ്മൾ പറയുന്നത് എല്യൂറിങ് എന്ന് പറയുന്നത്. എങ്ങനെ ആലോചിക്കുക, എല്യൂറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലു അർജുൻ ആലോചിച്ചൂടെ, അല്ലു അർജുൻ, എല്യൂറിങ്, അല്ലു അർജുന് ഭയങ്കര ഒരു അട്രാക്റ്റിംഗ് പവർ അല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 40 എണ്ണം പഠിച്ചേ, ഒന്ന് വേഗം പറഞ്ഞേക്കാം. ഇതിനകത്തുള്ള ബെല്ലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഉറക്കെ സംസാരിക്കും, ലൗഡ് വോയിസ്, ടീച്ചറൊന്നും ഇല്ലല്ലോ. ഡൊസൈൽ എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചേക്കാം, ക്വൈറ്റ് ആൻഡ് ഈസി ടു ഇൻഫ്ലുവൻസ്. ജസ്റ്റർ എ മൂവ്മെൻറ്റ് ഓഫ് ഹാൻഡ്സ് ഓർ ഹെഡാണ്. നഡ്ജ് നമ്മുടെ ജഡ്ജസൊക്കെ എന്താ ചെയ്യുക, ചെറിയൊരു സിഗ്നലൊക്കെ കൊടുക്കും എന്നൊക്കെ ആലോചിക്കുക. ഇഞ്ച് ആലോചിക്കുക, സ്ലൈറ്റ് എമൗണ്ട് ഓഫ് മോർണിംഗ് സാഡ്നെസ്. വൾണറബിൾ എന്ന് പറഞ്ഞാൽ സസെപ്റ്റബിൾ ആണ്, അതായത് വഴിതെറ്റിക്കുന്ന, വൾണറബിൾ. പെൻഡുലസ്, ഹാങ്ങിങ് ഡൗൺ ആൻഡ് സ്വിങ്ങിങ്. പോംപസ്ലി എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം, പോംപസ്ലി, പൊങ്ങച്ചം, അല്ലെങ്കിൽ ബോസ്റ്റിംഗ്, എക്സാജറേഷൻ എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് അവിടെ വരുന്നത്. ഹസിൽ നമ്മുടെ വിസിലടിക്കുമ്പോൾ എല്ലാവരും ഹറി ചെയ്തിട്ട് പോകുന്ന ആലോചിക്കുക, ഹറിയാണ്. ആംബുഷ്, ബുഷിനെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരിക്കും. ലോഡബിൾ എന്ന് പറയുമ്പോൾ പ്രൈസ് ആണ് അല്ലേ, വേർത്തി ഓഫ് പ്രൈസ് ആണ്. എല്യൂറിങ് എന്ന് പറഞ്ഞാൽ അല്ലു അർജുനെ കാണുമ്പോൾ അല്ലു അർജുന് അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ എക്സ്ട്രീനിയസ്. എക്സ്ട്രേനിയസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫോമിങ് എ നെസസറി പാർട്ട് ഓഫ് സംതിങ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് എക്സ്ട്രേനിയസ് എന്ന് പറയുമ്പോഴല്ലോ എക്സ്ട്രാ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി, എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിലൊക്കെ എടുക്കാമല്ലോ. ഇറ്റ്സ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. നോട്ട് ഫോമിങ് എ നെസസറി പാർട്ട് ഓഫ് സംതിങ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, അതാണ് എക്സ്ട്രേനിയസ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അടുത്തത് ത്രോങ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ത്രോങ് എന്ന് പറഞ്ഞാൽ മോബ് അല്ലെങ്കിൽ മാസ്, അതായത് ജനക്കൂട്ടം തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ആനിമൽസിനെ ആണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു കൂട്ടം, അതിനൊക്കെയാണ് നമ്മൾ ത്രോങ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് എന്നുള്ളൊരു മീനിങ് ആണ് ത്രോങ്. അപ്പം ഇത്രയും ആലോചിച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, അത് കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലേ, ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്, ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുമല്ലോ. അപ്പോൾ ത്രോങ് എന്ന് പറഞ്ഞാൽ മോബ്, മാസ് എന്നുള്ള രീതിയിൽ എടുക്കുക. ഇത് വെയിറ്റിൻ്റെ മാസ് അല്ല കേട്ടോ, ആൾക്കാർ, ജനം എന്നുള്ളൊരു മീനിങ്. നെക്സ്റ്റ് വൺ ഇസ് ട്വിച്ച്. ട്വിച്ച് എന്ന് പറഞ്ഞാൽ സഡൻ ജേർക്കിങ്, അതായത് ജേർക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഇളകുക, ആ ഒരു മീനിങ് ആണ് ട്വിച്ച്. അപ്പം എങ്ങനെ ആലോചിക്കുക, നമുക്കൊരു പിച്ച് കിട്ടുക എന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ, പിച്ച് അല്ലേ, പിച്ച് എന്നുള്ളൊരു മീനിങ്. ഒരു പിച്ച് തരാൻ വരുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തങ്ങ് ചാടില്ലേ, അപ്പോൾ ഒന്ന് അനങ്ങും അല്ലെങ്കിൽ ഇളകും എന്നുള്ള രീതിയിലൊക്കെ ജേർക്കിങ്ങിനായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് സ്ലീക്കാണ്. സ്ലീക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സ്ലീക്ക് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആൻഡ് ഗ്ലോസി ആണ് കേട്ടോ. സ്ലീക്ക് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആൻഡ് ഗ്ലോസി. സ്ലീക്ക് ഹെയർ എന്നൊക്കെ പറഞ്ഞേക്കാം, സ്മൂത്ത് ആൻഡ് ഗ്ലോസി. അപ്പോൾ സ്ലീക്ക് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽക്ക് എന്നൊക്കെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ സിൽക്ക് ആണെങ്കിൽ തന്നെ സിൽക്ക് തുണി ഭയങ്കര സ്മൂത്തും ഗ്ലോസിയാണ്, തിളങ്ങുന്ന എന്നൊരു മീനിങ്ങിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർത്തെടുക്കാം. അടുത്തത് ഹിലാരിയസ് ആണ്. ഹിലാരിയസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി അമ്യൂസിങ് ആണ്, ഭയങ്കര അമ്യൂസിങ് ആയിട്ടുള്ളതാണ് നമ്മൾ ഹിലാരിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹില്ലിലൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ. ഹിലേരിയസ് മീൻസ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി അമ്യൂസിങ്. നെക്സ്റ്റ് ഈസ് ഒബ്സ്ക്യൂർ. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ അൺനോൺ ആണ്. ഓക്കെ, ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ അൺനോൺ ആണ്. എങ്ങനെ ആലോചിക്കുക, ഒബ്സ്ക്യൂർ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, ഫേമസിൻ്റെ ആൻറ്റോണിയമാണ് അല്ലേ, ഫേമസിൻ്റെ ആൻറ്റോണിയമാണ് ഒബ്സ്ക്യൂർ. ഞാൻ പറഞ്ഞിരുന്നു ഓസ്കർ കിട്ടിയില്ലെങ്കിൽ ഫേമസ് ആവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആൻറ്റോണിയം പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ എന്താ, ഫേമസിൻ്റെ ആൻറ്റോണിയം അല്ലേ, അപ്പോൾ അൺനോൺ ആണ്, ഫേമസ് അല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒബ്സ്ക്യൂർ മീൻസ് ഇറ്റ് ഇസ് അൺനോൺ. നെക്സ്റ്റ് ഇസ് ഇൻക്രെഡിബിൾ. ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇമ്പോസിബിൾ ടു ബിലീവ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇൻക്രെഡിബിൾ എന്ന് നമ്മൾ പറയുന്നത്. ക്രെഡിബിലിറ്റി ഇല്ലാത്ത, ഇൻക്രെഡിബിൾ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു
ബിലീവ്. അടുത്തത് ബില്ലോ ആണ്. ബില്ലോ എന്ന് പറഞ്ഞാൽ ബൾജ് ഔട്ടാണ്. ബൾജ് ഔട്ട്, ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന എന്നുള്ളൊരു മീനിങ് ആണ് ബില്ലോ. എങ്ങനെ ആലോചിക്കുക, പില്ലോ എന്ന് ആലോചിക്കാമല്ലോ. നമ്മുടെ പില്ലോ ഒക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ബില്ലോ ആലോചിക്കാം കേട്ടോ, ബൾജ് ഔട്ട്. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ മൂവ് സ്മൂത്ത്ലി, സ്മൂത്തായിട്ട് മൂവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ സ്ലൈഡ് എന്ന് പറയുന്നത്. നമ്മൾ സ്ലൈഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പാർക്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ മൂവ് സ്മൂത്ത്ലി. മസ്റ്റർ അപ്പ്, മസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാദർ അപ്പ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ, മസ്റ്റർ അപ്പ്. ഓക്കെ, മസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാദർ അപ്പ്, എല്ലാവരും കൂടിച്ചേരുക അങ്ങനെയുള്ളൊരു സ്ഥലത്തിനെയാണ് നമ്മൾ മസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മുടെ SCERT-യിലത്തെ ഇതൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയ് ഭീം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം കണ്ടിരുന്നു കേട്ടോ, നമ്മുടെ സൂര്യയുടെ ഫിലിം. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് അതിനകത്തും മസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഞാൻ കണ്ടത്. ആ ഒരു ഫിലിമിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പം അതേപോലെ തന്നെ അപ്പം തന്നെ എനിക്കിത് ഓർമ്മ വന്നു, മസ്റ്റർ അപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാദർ അപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള. നമ്മളൊരു 50 സിനോണിംസ്, 4 ചാപ്റ്റേഴ്സിൻ്റെ സിനോണിംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. +1-ത്തെ ചെറിയ ചെറിയ കോഡ്സ് വെച്ചിട്ടാണ് കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളത്. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നന്നായിട്ടിരുന്ന് പഠിക്കുക. ഈ 50 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് മൈൻഡിലേക്ക് വന്നോളും കേട്ടോ. അപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ.